5% അഡ്മിഷൻ കിട്ടാൻ പോസിബിൾ ആണ്, അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവിടെ പാർട്ട് ടൈം പോയിട്ട് ഒരു സംഭവം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ലെറ്റർ കിട്ടും 55% മാർക്ക് മതി എന്ന് പറഞ്ഞു. സോ 55% എന്ന് കാണുമ്പോൾ ആ ടാഗ് ലൈൻ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ചാടി വീഴും. ചാടി വീഴുന്നു. അതെ, കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ജർമ്മനിലേക്ക് പോകുമ്പോൾ 55%. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നും ദാറ്റ് ഈസ് ലൈക്ക് ഒരു സ്വർഗരാജ്യമാണെന്നൊക്കെ തോന്നും. അതെ. പക്ഷെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഗോണ സഫർ ഓവർ ദാറ്റ്, നോ ഡൗട്ട് അറ്റ് ഓൾ. റീസെൻ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ജർമ്മനിലേക്ക് പോകുമ്പോൾ 55% ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടും 55% മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് ഒരു ട്രൂ ആയിട്ടുള്ള കാര്യമാണോ? അതിൻ്റെ റിയാലിറ്റി ശരിക്കും എന്താണ്? ആ ഒരു 55% അഡ്മിഷൻ കിട്ടാൻ പോസിബിൾ ആണോ, അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്? പോസിബിൾ ആണോ എന്ന് വെച്ചാൽ വെരി വെൽ പോസിബിൾ ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ക്രൈറ്റീരിയ മീറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കും. ഓക്കെ. പക്ഷേ ഇതിൽ നമ്മൾ കൺസേൺ ആവേണ്ടത് അഡ്മിഷൻ കിട്ടിയിട്ട് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളുടെ മേലെയാണ്. ഓക്കെ, സ്റ്റുഡൻസ് ഈ 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് കാണുമ്പം അവർക്കതൊരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. ഓക്കെ, റൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഫീസ് ഇല്ലാതെ പഠിക്കുന്നു. സോ 55% എന്ന് കാണുമ്പോൾ ആ ടാഗ് ലൈൻ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ചാടി വീഴുന്നു. അതെ, റൈറ്റ്. ഈ മാർക്ക് കുറഞ്ഞ കേസുകളിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 55-60% ഒക്കെ കാറ്റഗറിയുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്കുള്ള ശരിക്കും പ്രശ്നങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ ഈ അക്കരപ്പച്ച എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നും ദാറ്റ് ഈസ് ലൈക്ക് ഒരു സ്വർഗരാജ്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഗോണ സഫർ ഓവർ ദാറ്റ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ഒന്ന്, ഈ പ്രോസസ്സിൽ അവർക്ക് ഈ ട്രാൻസ്പാരൻസി ഇല്ലാതെ വരുന്ന സമയത്തേക്ക് അവർക്ക് യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് അറിയുന്നില്ല. ഏതാ യൂണിവേഴ്സിറ്റി എന്ന് അറിയുന്നില്ല. ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഇസ് എ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓർ വെദർ ഇറ്റ് ഇസ് എൻ അപ്ലൈഡ് സയൻസസ് അതാണോ എന്നുള്ളത് അവരറിയുന്നില്ല. യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻ അറിയുന്നില്ല. കോഴ്സിൻ്റെ മോഡ്യൂൾസും കോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ സർവൈവ് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടാവും. റൈറ്റ്. അക്കാദമിക്കലി കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് അറിയാതെ അവിടെ പോയി പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഷ്ടപ്പെടും. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഈ കുറച്ച് CGPA കുറഞ്ഞ് കൊടുക്കുന്ന CGPA കുറഞ്ഞാലും അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, രണ്ട് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഒന്ന് വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻ, ഒന്നാമത്തത്. രണ്ടാമത്തത്, ദാറ്റ് കോഴ്സ് വിൽ ബി വെരി ന്യൂ. മേ ബി ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സസ് ആയിരിക്കും. നമുക്ക് ആക്ച്വലി ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് മാത്രം ഒരു 10-15 കോൾസ് വരും. ജർമ്മൻ നമ്പർ കാണുമ്പോൾ തന്നെ കൗൺസിലേഴ്സ് പറയും, സാർ അതൊരു ഡിസ്ട്രസ് കോൾ ആണെന്ന് പറയും. ഡിസ്ട്രസ് കോൾ എന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും പറയണ്ടാവും, ചേട്ടാ ഞങ്ങളിവിടെ വന്ന് വിട്ടുപോയി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം എന്നുള്ളതാണ്. രക്ഷിക്കണം ഇൻ ദ സെൻസ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇവിടുന്ന് ലോൺ എടുത്തിട്ടായിരിക്കും സ്റ്റുഡൻസ് പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ സംഭവം ദേ വിൽ മാനേജ് ദെയർ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഫീസ് വേണ്ടല്ലോ, അപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ദേ വിൽ മാനേജ് സംഭവം. അവരുടെ മൈൻഡിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ വർക്ക് അപ് ടു 80 hours a month. റൈറ്റ്. അവരുടെ ലിവിങ് എക്സ്പെൻസസ് കവറായി പോകും. പക്ഷേ അവിടെ ജർമ്മനിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവിടെ പാർട്ട് ടൈം പോയിട്ട് ഒരു സംഭവം ഇല്ല എന്നുള്ളത്. കോഴ്സും നടപടിയാവില്ല, കോഴ്സ് പഠിച്ചിട്ട് കാര്യവുമില്ല, ഫ്യൂച്ചറിസ്റ്റിക്കലി അവരതിനൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ടാവില്ല, പാർട്ട് ടൈമും ഇല്ല. അപ്പോഴാണ് ശരിക്കും സ്റ്റുഡൻസ് പെട്ടുപോകുന്നത്. ഇത് ആക്ച്വലി സ്റ്റുഡൻസ് മാത്രമല്ല, പാരൻസും നമ്മളെ വിളിക്കാറുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഇവർ അറിഞ്ഞിരിക്കില്ല. ഒരുപാട് പാരൻസ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ കുട്ടി പോയിട്ട് പെട്ടുപോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് കൺസൾട്ടൻസി ഹാസ് ടു അപ്ലൈ. അപ്പം കൺസൾട്ടൻസി സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെയുള്ള സ്റ്റേജസ് ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് റൈറ്റ് ഫ്രം ദെയർ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ആൻഡ് പ്രിപ്പയറിംഗ് ദെയർ മോട്ടിവേഷൻ ലെറ്റർ, പ്രിപ്പയറിംഗ് ദെയർ റെക്കമെൻഡേഷൻ ലെറ്റർ. ഇതാണ് ഒരു കൺസൾട്ടൻസിൻ്റെ റോൾ. ഓക്കെ, ഈ റോൾ മാറ്റിയിട്ട് തീരെ ട്രാൻസ്പാരൻസി ഇല്ലാതെ സ്റ്റുഡൻറ്റ് വരുന്നു, ഞങ്ങളൊരു ഓഫർ ലെറ്റർ എടുത്ത് തരും, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കയറി പോയിക്കോ എന്ന് പറയുന്നതിൽ ദർ ഇസ് നോ ലോജിക് അറ്റ് ഓൾ. അതാണ് മെയിനായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം.